ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു IPO വീഡിയോ ആണ്. IPO നമുക്കറിയാം, ഇന്നലെ അതായത് ഓഗസ്റ്റ് 7 മുതൽ ഏകദേശം 2-3 IPOകൾ ഓപ്പണാണ്. അതിലൊരു IPO ഓൾ ടൈം പ്ലാസ്റ്റിക്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ്സാണ്. ഒരു പ്ലാസ്റ്റിക് മാനുഫാക്ചറാണ്. അതുപോലെ തന്നെ അത് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ്. പ്രത്യേകിച്ചും ഹൗസ് ഹോൾഡ് പ്ലാസ്റ്റിക് പ്രൊഡക്ട്സുകളായിട്ടുള്ള കണ്ടെയ്നേഴ്സും കിച്ചൺ ടൂൾസൊക്കെ നമ്മൾ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന പല പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സും അതിൻ്റെയൊക്കെ പുറത്ത് ഈ ഒരു ബ്രാൻഡ് നെയിം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഓൾ ടൈം പ്ലാസ്റ്റിക് എന്നുള്ളത്. അതുപോലെ തന്നെ ഹാങ്ങേഴ്സ്, അതുപോലെ തന്നെ ബാത്ത് പ്രൊഡക്ട്സൊക്കെ ഉണ്ടാക്കുന്നതാണ്. 3 പ്ലാന്റുകളാണ് ഈ കമ്പനിക്കുള്ളത്. ഒന്ന് ദാമൻ, അതുപോലെ തന്നെ സിൽവാസ, അതുപോലെ തന്നെ മനക്പൂർ. ഗുജറാത്തിലാണ് ഈ കമ്പനി ബേസ് ചെയ്തിരിക്കുന്നത്. 558 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഈ കമ്പനിയുടെ സെയിൽസ്. അതായത് 92% ബിസിനസ്സും B2B, അതായത് ബിസിനസ് ടു ബിസിനസ്, മറ്റ് ബിസിനസ്സുകൾക്കാണ് ഇവർ കൊടുക്കുന്നത്. ബാക്കി മാത്രമാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. 8% മാത്രമേ വരുന്നുള്ളൂ വൈറ്റ് ലേബിൾ. അതും ഓൺ ബ്രാൻഡായിട്ടുള്ള ഓൾ ടൈം എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ തന്നെയാണ് ഇവർ പ്ലാസ്റ്റിക് സെല് ചെയ്യുന്നത്. 401 കോടി രൂപയുടെ IPO ആണിത്. ഇതിൽ 280 കോടി രൂപ ഫ്രഷ് ഇഷ്യൂ ആണ്. അതിൽ 143 കോടി രൂപ ഉപയോഗിക്കാൻ പോകുന്നത് ഡെറ്റ് റീപേയ്മെൻറ്റിനാണ്. കമ്പനിക്ക് 210 കോടി രൂപയുടെ നെറ്റ് ഡെറ്റാണ് ഉള്ളത്. അതുപോലെ തന്നെ 114 കോടി രൂപയുടെ കപ്പാക്സ് ഉണ്ട്, കപ്പാസിറ്റി എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓഫർ ഫോർ സെയിൽ നോക്കിക്കഴിഞ്ഞാൽ 121 കോടി രൂപയാണ്. അതിൽ 91% പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് 70% കുറയുന്നതാണ്. 260 മുതൽ 275 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ റീസെൻ്റായിട്ട്, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ജൂൺ 30 248 രൂപ പ്രകാരം ഇവർ 70 കോടി രൂപയുടെ പ്രീ IPO റൗണ്ടപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 248 രൂപയാണ് ഇപ്പോഴത്തെ. അതും കഴിഞ്ഞ് 275 അപ്പർ പ്രൈസായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. IPO 7 ഓഗസ്റ്റിന് തുടങ്ങി 11 ഓഗസ്റ്റ് വരെയുണ്ട്. 14 ഓഗസ്റ്റിനായിരിക്കും ഇതിൻ്റെ ലിസ്റ്റിംഗ് പ്രതീക്ഷിക്കുന്നത്. ഇനി മറ്റു കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ നോക്കാം. ഒരു മാനുഫാക്ചറർ കം എക്സ്പോർട്ടർ ആയതുകൊണ്ട് തന്നെ കമ്പനിക്ക് 33,000 ടൺ പെർ ആനം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണുള്ളത്. പ്രത്യേകിച്ചും ഇഞ്ചക്ഷൻ മോൾഡിങ് കപ്പാസിറ്റി എന്ന് പറയാം. അപ്പോൾ ഒരു ഓവറോൾ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഏകദേശം 79% ഈ കമ്പനി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് 2025 കണക്ക് നോക്കുമ്പോൾ. അതുതന്നെ ബ്രൗൺ ഫീൽഡ് എക്സ്പാൻഷനും ഏറ്റെടുത്തിട്ടുണ്ട്. മനക്പൂർ പ്ലാന്റ് 163 കോടി രൂപയുടെ കപ്പാസിറ്റി എക്സ്പാൻഷൻ നടത്തുന്നുണ്ട്. അതിൽ 114 കോടി രൂപ ഫണ്ട് 163 കോടി രൂപയുടെ കാപ്പാക്സ് ആണ്. അതിൽ 114 കോടി രൂപ ഫണ്ട് ചെയ്തിരിക്കുന്നത് IPO വഴിയാണ്. അതുപോലെ തന്നെ മനക്പൂർ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 2024 ഡിസംബറിലാണ്. 4000 ടൺ പെർ ആനം കപ്പാസിറ്റിയാണ് അവർക്കുള്ളത്. അത് 16,500 TPA ആയിട്ട് ഉയർത്താനുള്ള പദ്ധതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2026 ആകുമ്പോഴേക്കും 22,500, 2027 ആകുമ്പോഴേക്കും അച്ചീവ് ചെയ്യാന്നുള്ള രീതിയിലാണ് അത് പ്ലാൻ ചെയ്തു പോകുന്നത്. അതുതന്നെ ഇവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇവരൊരു സിംഗിൾ സപ്ലയർ, ഒരു സിംഗിൾ കസ്റ്റമറുടെ മുകളിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അത് നമുക്കെല്ലാം അറിയാം. ലോകോത്തര ഫർണിച്ചർ ബ്രാൻഡായിട്ടുള്ള IKEA ഈ കമ്പനിയുടെ ഏറ്റവും വലിയ 3ാമത്തെ പാർട്ടി സപ്ലയറാണ്. വേൾഡ് ലീഡറായിട്ടുള്ള ഗ്ലോബൽ റീറ്റെയിലറായിട്ടുള്ള IKEA. 27 വർഷമായിട്ട് ഈ കമ്പനിക്ക് ബന്ധമുണ്ടെന്നുള്ളതാണ്. IKEAയുടെ സപ്ലയറാണ് ഇവർ, പ്ലാസ്റ്റിക് പ്രൊഡക്ട്സുകളും മറ്റൊക്കെ. അതുപോലെ ടെസ്കോ ആയിട്ട് ഏകദേശം 17 വർഷത്തെ ബന്ധമുള്ളൊരു കമ്പനി കൂടിയാണ്. അതുതന്നെ സ്പെൻസേഴ്സ് റീറ്റെയിലേഴ്സൊക്കെ ആയിട്ട് ഏകദേശം നല്ല രീതിയിലുള്ള ഒരു ചെയിൻ റിലേഷൻഷിപ്പ് ഇവർക്കുണ്ട്. പക്ഷേ IKEA മാത്രമായിട്ട് ഏകദേശം 59% സെയിൽസ് ഇവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് ലോകോത്തര കമ്പനിയായിട്ടുള്ള IKEAയിൽ നിന്നാണ് ഏകദേശം 60% സെയിൽസും ഇവർ പിടിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. അത് കഴിഞ്ഞ ഒരു 2-3 ഫിസിക്കൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകും. അത് ഒരു ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം ഒരു കമ്പനി ഇതൊരു വലിയ കമ്പനിയല്ല, സാധാരണ കമ്പനിയാണ്. അവരുടെ തന്നെ 60% സെയിൽസ് ഒരു സിംഗിൾ കസ്റ്റമറെ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു റിസ്ക് നമുക്ക് കണക്കാക്കിയിട്ടുണ്ട്. അതുതന്നെ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ 2025 റവന്യൂ ഏകദേശം 9% വർധനവാണ്, 588 കോടി രൂപയാണ്. ഇബിറ്റ നോക്കിക്കഴിഞ്ഞാൽ 2% വർധനവുണ്ട്, 102 കോടി രൂപയാണ്.
കമ്പനിയുടെ ഇബിറ്റ മാർജിൻ ഏകദേശം 18%, വിച്ച് ഈസ് വെരി ഹെൽത്തി എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ചും B2B ബിസിനസ്സിന് ഇലക്ട്രിക് മെഷീനറീസും പവർ കോസ്റ്റൊക്കെ നോക്കുന്ന സമയത്ത് റോ മെറ്റീരിയൽ കോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മാത്രം ഏകദേശം ഇവരുടെ 27% റോ മെറ്റീരിയൽസ് റീസൈക്കിൾ ചെയ്യാവുന്ന പ്ലാസ്റ്റിക് ആയിട്ടാണ് പറയുന്നത്. പക്ഷേ എക്സ്പോർട്ട് ഇപ്പോൾ നിലവിലെ അവസ്ഥ വെച്ചിട്ട് US എക്സ്പോർട്ട് 11% റവന്യൂ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ താരിഫും കാര്യങ്ങളൊക്കെ നമ്മളതുമായിട്ട് ബന്ധപ്പെട്ട് വായിക്കേണ്ടതാണ്. അപ്പോൾ 2025-26 വർഷങ്ങളിലൊക്കെ തന്നെ ചിലപ്പോൾ അത് മാർജിനെ എഫക്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. 2025 പാറ്റ് നോക്കിക്കഴിഞ്ഞാൽ 6% വർധനവുണ്ട്, 47 കോടി രൂപയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 8% നെറ്റ് മാർജിനാണുള്ളത്. ഒരു ഷെയറിന് ഏകദേശം 50 രൂപയാണ് ഏർണിംഗ് പെർ ഷെയർ ആയിട്ട് കാണുന്നത്. ഇനി റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കിക്കഴിഞ്ഞാൽ 19% 2025 കണക്ക്. അത് ഏകദേശം 26 എസ്റ്റിമേഷൻ അനുസരിച്ചിട്ട് 14% കുറയാൻ ഒരു 5% കുറവ് കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി പ്രൈസിങ് നോക്കിക്കഴിഞ്ഞാൽ ഈ കമ്പനിക്ക് 1801 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണുള്ളത്. എൻ്റർപ്രൈസസ് വാല്യൂ ഏകദേശം 1866 കോടി രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഹിസ്റ്റോറിക്കൽ PE ഏകദേശം 30.5 വരുന്നത്. പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് കോസ്റ്റ് വളരെ കൂടുതലാണ്. അത് ഇപ്പോൾ ഈ ഒരു ഡെറ്റ് റീപേയ്മെൻറ്റ് ഉണ്ടാകുന്നത് വഴി ഇൻട്രസ്റ്റ് കോസ്റ്റ് കുറയാൻ സാധ്യതയുണ്ട്. ഒരു പാർഷ്യൽ റീപേയ്മെൻറ്റ് വരുന്നുണ്ടല്ലോ ഡെറ്റിലേക്ക്. അത് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ കൂടാനുള്ള സാധ്യതയുണ്ട്. 2026 എസ്റ്റിമേഷൻ അനുസരിച്ചിട്ട് 10 രൂപയാണ് ഡിസ്കൗണ്ട്. ഏർണിംഗ് പെർ ഷെയർ 10 രൂപയാണ് വന്നിരിക്കുന്നത്. അതായത് പ്രൈസ് ടു ഏർണിംഗ് മൾട്ടിപ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ 27x അതത്ര ചീപ്പായിട്ട് തോന്നുന്നില്ല. കാരണം പ്രത്യേകിച്ചും ഗ്രോത്ത് വളരെ സ്ലോ ആണ്. അതുപോലെ തന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി കുറഞ്ഞു വരികയാണ്. ബിസിനസ് ടു കസ്റ്റമർ കുറവാണ്. ഡൊമസ്റ്റിക്കിലാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത്. ലാർജ് പ്ലെയർ ആയിട്ടുള്ള സെലോ വേൾഡ്, അതുപോലെ തന്നെ 2200 കോടി രൂപയുടെ വിറ്റുവരവുള്ള ഒരു കമ്പനിയാണ്. 17% നെറ്റ് മാർജിനുണ്ട്. അവരുടെ PE പോലും 32x ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവരുടെ 27 വരുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു ലിസ്റ്റിംഗ് ചെയ്യേണ്ട സാധ്യത നമുക്ക് അവിടെ കണക്കാൻ പറ്റും. അതിന് പുറമെ ഇവരുടെ ലിസ്റ്റിംഗ് പ്രൈസിൻ്റെ ഇവരുടെ ഇഷ്യൂ പ്രൈസിൻ്റെ അപ്പർ ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതായത് 11% പ്രീമിയമാണ്. 245 ഇവർ റീസെൻ്റായിട്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അതും കഴിഞ്ഞ് അവിടെ നിന്നൊരു 11% എക്സ്ട്രാ എടുത്തിട്ടാണ് കമ്പനിക്ക് ഒരു 6 ആഴ്ചയ്ക്ക് ശേഷം കമ്പനി IPO വരുന്നത്. അതൊരു ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡായിട്ട് തോന്നുന്നില്ല. അതുപോലെ തന്നെ ലോവർ പ്രൈസ് ബാൻഡ് നോക്കിക്കഴിഞ്ഞാലും 5% പ്രീമിയമാണ് കൊടുത്തിരിക്കുന്നത്. അൺവാറണ്ടഡാണ്. പ്രത്യേകിച്ചും US താരിഫിൻ്റെ ത്രെട്ടും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്ത്. സോ ഓൾ ടൈം പ്ലാസ്റ്റിക് IPO എന്ന് പറയുന്നത് ഒരു അൺഅട്രാക്റ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത് പ്രൈസിങ്ങിൻ്റെ ബേസിൽ. അതുതന്നെ ഒരു സിംഗിൾ കസ്റ്റമർ IKEAയുടെ മുകളിലാണ് കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പ്രൈസും വളരെ അഗ്രസീവായിട്ട് തോന്നി. സോ ഐ വിൽ നോട്ട് റെക്കമെൻഡ് ദിസ് IPO ഫോർ യു എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസ് കൂടി നടത്തിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. അല്ലാതെ സ്വന്തമായിട്ട് അനലൈസ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം IPO അപ്ലൈ ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.